ഞാന് കുറെ യൂട്യൂബിലൊക്കെ കുറെ ഇത് കാണുന്ന 1111 മാജിക് നമ്പർ, അതിലെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ? ഇല്ല. ഈ മാജിക് നമ്പറുകളൊക്കെ ഇപ്പം വാജ്പേയിയെ സംബന്ധിച്ചിടത്തോളം 13 നല്ല നമ്പറാണെന്ന് പറയും. അയാൾ 13 ദിവസം കഴിയുമ്പം പിന്നെ മിനിസ്ട്രിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുമുണ്ട്, 13 മാസം ഭരിച്ചിട്ടുമുണ്ട്. ഒക്കെ ഓരോ ഇൻസിഡന്റലായിട്ട് വരുന്നതാണ്. നമ്പർ 1 2 3 4 5 6 എന്നുള്ളതിന് വലിയ ഗുണമൊന്നും വലിയ കാര്യങ്ങളൊന്നും പറയില്ല. എല്ലാ നമ്പറിനും നമ്മൾ പ്രത്യേകത കാണാൻ പറ്റും. നമുക്കൊരു മൂക്കേ ഉള്ളൂ, അതുകൊണ്ട് ഒന്ന് നല്ലതാണെന്ന് പറയാം. 2 കണ്ണുണ്ടാവുകൊണ്ട് നല്ലതാണെന്ന് പറയാം. ഇങ്ങനെ ഓരോന്നിനും എണ്ണം വെച്ചിട്ട് പറയാൻ പറ്റും നമുക്ക്. ന്യൂമറോളജി ഇറ്റ്സെൽഫ് ഈസ് എ റോങ് സയൻസ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടൊക്കെ ആൾക്കാർ ന്യൂമറോളജി ഒക്കെ പറയും. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് തന്നെ, ഇന്നത്തെ കലണ്ടർ എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലൊരു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തരത്തിൽ ഉണ്ടാക്കിയ ഒന്നുമല്ല. അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതും എങ്ങനെ കുട്ടിക്കാലത്താണ് നമ്മള്? ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഹൗസിംഗ് റോഡ് വെച്ചുള്ള എക്സ്പെരിമെന്റ് കാണിച്ചില്ലേ? മൊബൈൽ ഫോണില് ഏതെങ്കിലും ദൈവത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാല് അതിന്റെ നെഗറ്റീവ് എഫക്ട് കുറയുന്നതായിട്ട് കാണിച്ചല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഗുണം ചെയ്യുമോ? ഇതൊക്കെ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. ഇതിനൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള എനർജിയൊക്കെ. നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ബോധമാണ്, നമ്മളിൽ ഉണ്ടാവുന്നതാണ് ഈ വൈബ്രേഷൻസ് എന്നൊക്കെ പറയുന്നത്. ഈ നല്ലത് മോശം എന്ന് പറയുന്നത് പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്, അതിന് ഏറ്റവും കംഫർട്ടബിൾ. ഓക്കെ, വേറൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം, പട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ അതുകൊണ്ടാണ് പട്ടി നമ്മുടെ താഴത്ത് വന്ന് കിടന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്. പൂച്ച എന്ന് പറയുമ്പോൾ നമ്മൾ തട്ടി മാറ്റുന്നു. പക്ഷെ പൂച്ചയെ തട്ടി മാറ്റിയിട്ട് കാര്യമില്ല, നമ്മൾ അവിടുന്ന് മാറിയിരിക്കാൻ വേണം. ഏതാണോ മോശം എന്നറിയുന്ന ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിലാവട്ടെ. ഇതൊക്കെ നമ്മുടെ ഒരു ഇന്റർപ്രിട്ടേഷനാണ്. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഒന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പടം ഒരു പത്രത്തിൽ വെച്ചിട്ട് നമ്മൾ അതിന് ചവിട്ടാൻ പറഞ്ഞാൽ ചവിട്ടുമോ? അതേ സമയത്ത് നമ്മുടെ കാലിൽ മണ്ണ് വരുമ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ കിട്ടിയാൽ അതെടുത്തിട്ട് കാല് അതിന്റെ മുകളിൽ നിന്ന് വരച്ച് ക്ലീൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ടല്ലോ. അതിൽ ആരുടെയെങ്കിലൊക്കെ പടം ഉണ്ടാവില്ലേ? നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ വേറെ ആരുടെയോ അച്ഛൻ്റെ പടമല്ലേ അത്? നമുക്കത് അറിയാത്തതുകൊണ്ടല്ലേ നമുക്ക് റിഫ്ലക്ഷൻ ഇല്ലാത്തത്, വിഷമമില്ലാത്തത്. ഈ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളല്ലേ ശ്രീകൃഷ്ണനെ വെക്കുന്ന സമയത്ത് മാറ്റം വരുന്നത്. ഈ ശ്രീകൃഷ്ണൻ ആരാന്നറിയാത്ത ചൈനീസുകാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു ദേവിയുടെ പടം വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാൾക്കത് മാതകയല്ലോ. നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ എന്തിനാ നമ്മൾ നല്ല പടക്ക വെക്കുന്നത്? നമ്മുടെ വീട്ടിൽ എന്തിനാ അത്തരം സംഭവങ്ങളൊക്കെ വെക്കുന്നത്? നമുക്ക് പോസിറ്റീവാന്ന് തോന്നുക. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ ഏതാണ് നല്ലത്, ഏതാണ് മോശം, ഏതാണ് ഗുണമുള്ളത്, ഏതാണ് ഗുണമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന ബിംബത്തിന് ഒരു പ്രത്യേകതയും ഇല്ല. ഒരു പ്രത്യേകതയില്ല. ആരോ ഉണ്ടാക്കിയ ഒരു സംഭവം. പക്ഷെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഞാനതിനെ നോക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു റിഫ്ലക്ഷൻ എന്നിൽ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിക്കാണ് പ്രാധാന്യം. അതറിയാത്തൊരു കുട്ടിക്ക് അത് വെറും ഒരു കളിസാധനം. നമുക്ക് അത് നമ്മളിൽ ഒരു തോന്നലും ബോധവും ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാവും. നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. യെസ്. അതല്ലാതെ ഭഗവാന് വലിയ ഗുണമുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. അയാൾ എല്ലാവർക്കും തന്നാൽ അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന, അത് ചൊല്ലുമ്പോൾ നമുക്കുണ്ടാവുന്ന, ആ പാട്ട് പാടുമ്പോൾ നമുക്കുണ്ടാവുന്ന, ആ ഭഗവാനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന, നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റമാണ് നമ്മുടെ പോസിറ്റീവ് എനർജി. ഒരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെ? മുരുകയുഗം എന്ന് പറയുന്നു, ഇനിയുള്ളത് മുരുകയുഗമാണ്. അത് സത്യമാണോ? അതിനകത്ത് അത് ഏതോ ഒരു വ്യക്തിയുടെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കഥയാന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അയാൾ അത് വിറ്റിട്ട് കുറേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മുരുകയുഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ദുബായി പോയിട്ട് 10 ലക്ഷം ഉറുപ്പയുടെ പ്രോഗ്രാം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് കമേഴ്ഷ്യലാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? മുരുകയുഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ദുബായിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കാശ് പിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുരുക ഉണ്ടായിക്കോട്ടെ, അത്രയല്ലേ വേണ്ടു.
അങ്ങനെ ഒരു യുഗം ഉണ്ടെങ്കിൽ പിന്നെ ശിവൻ വെറുതെ ഇരിക്കുമോ? പാർവതി ഒന്നിനും കൊള്ളാത്ത ആളാണോ? ഗണേശൻ ഒന്നിനും കൊള്ളാത്ത ആളായോ? അച്ഛനും അമ്മക്കും ഇല്ലാത്തൊരു പ്രത്യേകത എങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണത്? ഇതൊക്കെ ഓരോ കമേഴ്ഷ്യൽ ആയിട്ടുള്ള വെറുതെ തട്ടിപ്പ് പരിപാടി എന്നല്ലാണ്ട് എന്താ പറയുക. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഹിന്ദുയിസം മലയാളം ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനടിയിലൊക്കെ നല്ല പച്ചത്തെറിയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. കാരണം ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് ഞാൻ പറയുന്നു. വേറെ ആൾ വിശ്വസിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് പറയും. അങ്ങനെ ഒരു യുഗം ഉണ്ടായിട്ടില്ല. നമ്മുടെ യുഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന യുഗമാണ്. സത്യയുഗം, പിന്നെ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇല്ലേ? ഇത്രയൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. നമ്മുടെ കവി എഴുതിയിട്ടുള്ള യുഗങ്ങളിൽ ഏത് യുഗം ഏറ്റവും നല്ലത്? കലിയുഗം തന്നെയാ നല്ല യുഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ മുരുക യുഗം എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്കത് നല്ലതാണെങ്കിൽ അയാളുടെ യുഗം അത്. കലികാലത്തിൽ ആർക്കും എന്തോ ആവാം. ഏതാ കലിന്ന് ആർക്കും അറിയാം? ആർക്കും അറിയില്ല. അത് മുരുകനാണെന്ന് ചിലർക്ക് തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല, അത് അയാളുടെ ബോധം. ചില കലിയുഗത്തിൽ ഇന്നതാണ് ഭഗവതി, ഇന്നതാണ് ഭഗവാൻ എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാർ വേഷം കെട്ടിട്ടുണ്ട്. മുരുകൻ തന്നെ പണ്ടുള്ള ആളൊന്നുമല്ല, ഇപ്പോഴുള്ള ആൾക്കാരെന്നെ വേഷം കെട്ടിട്ട് ഞാനാണ് കലി ഭഗവാൻ എന്ന് പറഞ്ഞു നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞാനാണ് കലി ഭഗവാൻ എന്ന് പറയുന്നത്. അത് കലി ഭഗവാനാണോ എനിക്കറിയില്ല, ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങൾക്ക് വിശ്വാസം വരുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമ്പോൾ, നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ ഫൈൻ. ഓക്കെ, എനിത്തിങ് മോർ? ഒരുപാട് സംശയങ്ങളുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് ചോദിക്കാൻ പറ്റത്തില്ല. അതെന്തേ? കാരണം എനിക്ക് എപ്പോഴെങ്കിലും വിളിക്കോ, പേഷ്യന്റ് വന്നാൽ വിളിക്കും. അപ്പൊ അതൊരു ഈ പേഷ്യന്റ് എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം എന്താണ്? അവർ പേഷ്യൻസ് ഉള്ളവരാവണമെന്നോ? അവരൊക്കെ നമ്മുടെ അടുത്ത് വരുന്നത് അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടി. അല്ല, അവരോട് അതിന്റെ അർത്ഥം കൃത്യമായിട്ട്, പേഷ്യന്റ്, യു ആർ എ പേഷ്യന്റ്, യു ഷുഡ് ഹാവ് പേഷ്യൻസ് എന്ന് വലിയൊരു ബോർഡ് വെക്ക്. അതല്ലെങ്കിൽ വരുന്നത് ലേഡീസ് ആണോ അധികം? അല്ല, എല്ലാരും എല്ലാ കൂട്ടരും വരും. അല്ല, മിക്കവാറും ലേഡീസ് ഒക്കെ ആണെങ്കിൽ വലിയൊരു മിറർ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു ചെറിയൊരു പിന്നെ ഈ മേക്കപ്പിനുള്ള സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഒരു കുഴപ്പമുണ്ടാവില്ല. അതിന്റെ ഫ്രീ മേക്കപ്പ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടാക്കും ഹോസ്പിറ്റലിൽ. നല്ല തിരക്കുള്ള സ്ഥലത്തൊക്കെ അങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം. എല്ലാ പേഷ്യൻസും വന്നു കഴിഞ്ഞാൽ നേരെ ഒരു റൂമിൽ പോവാ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയാം. പിന്നെ തിരക്ക് ഡോക്ടറെ അടുത്തൊന്നും ആവില്ല, മേക്കപ്പ് റൂമിലായിരിക്കും. ആ ചെറിയ ക്ലിനിക്കിൽ ചെറിയൊരു സ്ഥലം, ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ തിരക്ക് അങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ട് ആരും വരില്ല. പിന്നെ അവരെ പിടിച്ചു കൊണ്ടുകൊണ്ടുവരും, വരും കാണും, അവിടെ ബിസിയാവും. കൊല്ലം ഭാഗത്ത് എവിടെയെങ്കിലും ക്ലാസ് വെക്കുവാണെങ്കിൽ ഗ്രൂപ്പിൽ ഇടണേ. ഞാൻ ഇപ്പൊ ഉള്ള ഷെഡ്യൂൾ പ്രകാരം മംഗലാപുരത്ത് ഡിസംബർ 2-ാം തീയതി 3-ാം തീയതി സമയത്ത് ആ ഭാഗത്തുണ്ടാവും. പിന്നെ ഉള്ളത് 20-ാം തീയതി കോട്ടയം ഭാഗത്തുണ്ടാവും. കൊല്ലാൻ ഒരാഗ്രഹവും ഇല്ല നമുക്ക്. അല്ല, അങ്ങനെ ഞാൻ പറയേയില്ല. കൊല്ലാം എന്നുള്ളത് വായിച്ച് ചിലപ്പോ കൊള്ളാം എന്ന് വായിക്കുന്നവരുണ്ട്. KOLLAM, കൊള്ളാം എന്ന് മലയാളത്തിൽ എങ്ങനെ എഴുതാം? KOLLAM തന്നെ എഴുതാം. കൊല്ലം എന്ന് എഴുതിയാലോ അതും അതന്നെ എഴുതാം. ഇപ്പൊ കൊല്ലം കൊള്ളാം. കോട്ടയത്ത് പാലയിലാണ്. പ്രിൻസിപ്പാൾസ് മീറ്റ് ആണ്. പ്രിൻസിപ്പൽമാരുടെ മീറ്റ് ആണ്. സാധാരണക്കാരോടല്ല. അവര് ഒരു CBSE സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാരുടെ ഒരു ഗെറ്റ് ടുഗദർ ആണ് ഈ കോസ്റ്റൽ കർണാടകയിലും കോട്ടയത്തും 2 പ്രോഗ്രാമുകൾ ഡിസംബറിലുള്ളത്. ടീച്ചർമാരെ എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന പരിപാടിയാണ്. ഓക്കെ,
അങ്ങനെ ടീച്ചർമാരെ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് ഞാൻ ജിമ്മിയൊക്കെ കാണുന്നത്. ജിമ്മിയെ അങ്ങനെയാ കാണുന്നത്. ജിമ്മിയുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ അല്ലേ മോളൂ? അതെ അതെ 2021 മെയ് മാസം ഏപ്രിൽ മാസത്തില് എഞ്ചിനീയറിംഗ് കോളേജിൽ കോതമംഗലത്തെ. പ്രൊഫസറാണ്. സിവിൽ എഞ്ചിനീയറിംഗിന്റെ പ്രൊഫസറാണ്. ശരി, താങ്ക് യു. താങ്ക് യു.